എനിക്ക് കുറേ നാളായിട്ട് അമ്മയോട് ചോദിക്കണമെന്ന് തോന്നിയ ഒരു ചോദ്യമാണ് ഞാൻ ഈ കൈരളി ടി വിയിലൂടെ ചോദിക്കുന്നത്. എൻ്റെ ചോദ്യം ഇതാണ്: ഒരുപാട് ശക്തമായ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത അമ്മയ്ക്ക് ഒരു സ്ത്രീയെക്കുറിച്ച്, ഒരു സ്ത്രീ കഥാപാത്രങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഒരു സ്ത്രീയെക്കുറിച്ച്, ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണം എന്നാണ് അമ്മയുടെ സങ്കല്പം? വളരെ സെൻസിബിൾ ക്വസ്റ്റ്യൻ. ബുദ്ധിമതിയാവളല്ലേ? ഭയങ്കര നല്ല ബുദ്ധിയാണ്, നല്ല പാവം പെണ്ണാണ്, നല്ല പെണ്ണാണ്. എൻ്റെ മോളാണ്, അത്രയോളം എനിക്ക് പറയാനുള്ളൂ. ചുമ്മാ ആൾക്കാരൊക്കെ അമ്മായിമ്മമാരും ഇതെൻ്റെ മോളാണ്, അങ്ങനെയല്ല. എൻ്റെ കുടുംബം മുഴുവനും ഒരു സ്ത്രീ ആരായിരിക്കണം വെച്ചാൽ പെണ്ണുങ്ങൾ എപ്പോഴും ധൈര്യം ഉണ്ടാവണം, ധൈര്യം. പിന്നെ ഒരു കാര്യത്തിനും അതന്നെ, ഒരു കാര്യത്തിനും കരയാൻ പാടില്ല. കരഞ്ഞ ആണുങ്ങൾക്ക് പുച്ഛാണ്, കരയുന്ന പെണ്ണുങ്ങളെ ഒരിക്കലും കരയാൻ പാടില്ല. തൻ്റെ ഇടം പറഞ്ഞാൽ ആവശ്യത്തിനുള്ള തൻ്റെ ഇടം. ചുമ്മാ റോട്ടിൽ പോയി എന്താടാ എന്ന് പറയുന്ന തൻ്റെ ഇടമല്ല, ഒരു ആവശ്യത്തിനുള്ള ഒരു മകൻ കേൾക്കുന്നുണ്ട്. അവനെപ്പോഴേ പറഞ്ഞിട്ടുണ്ട് അമ്മ അതൊക്കെ പറയും, അതുപോലെ നീ പ്രവർത്തിക്കേണ്ടതില്ലെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതൊന്നും ചെയ്യില്ല, പാവാണ് പെണ്ണ് ശീലാമ്മ. പക്ഷെ പെണ്ണുങ്ങളുടെ കയ്യിലെ ഏറ്റവും വലിയ ആയുധം കണ്ണുനീരാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ കാര്യം അതെല്ലാം അന്ധകാലത്തിലൊക്കെ പാവ ആണുങ്ങൾക്ക് വിശ്വസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഉള്ളവരൊക്കെ അതിനേക്കാൾ കേമങ്ങളായിപ്പോയി. ആണുങ്ങളാണ് ഇപ്പോഴെ കരയുന്നത്. ആണുങ്ങളെ കരയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ക്ലിപ്പിലേക്ക് പോവാം. ഇപ്പോഴും ആ പഴയ വേഷത്തിനാണല്ലോ, ഒരു മാറ്റവും ഇല്ല. എന്റെ അനിയത്തിയുടെ കാര്യമൊന്നും പറയണ്ട. ഇപ്പോഴത്തെ പിള്ളേർ എന്തൊക്കെ വേഷം കെട്ടുന്നു. ഇതേ ഒരു മുണ്ടൻ നേരി. സംവിധാനം ഷീല. 2 സിനിമ സംവിധാനിച്ചു. 2 അല്ല 3 സിനിമ. യക്ഷഗാനം ഒരെണ്ണം പകുതിയായി, 3.5 സിനിമ. ഒരെണ്ണം രാമരാജനെ വെച്ച് പകുതിയായിട്ട് ഒരു പടം എടുത്ത് നിർത്തിയിട്ടുണ്ട്. ഇതൊരു വാശിയായിരുന്നു എനിക്ക് സംവിധാനം ചെയ്യണം. അങ്ങനെ വാശിയൊന്നുമല്ല. ഈ സിനിമയിൽ അഭിനയിച്ച് ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു ഒരുമാതിരി ആയപ്പോൾ എനിക്ക് ആദ്യം മുതലേ ഞാൻ സെറ്റിൽ പോയ ഞാൻ എല്ലാം ശ്രദ്ധിക്കുമായിരുന്നു. കുയിലിൻ്റെ കൂട് നോവൽ എഴുതി, അതിൽ കൊച്ചു കൊച്ചു കഥകൾ. ചേച്ചി അഭിനേത്രി മാത്രമല്ല, അതിനപ്പുറം അറിയാത്ത ഒരു കാര്യം, പ്രേക്ഷകർക്ക് അറിയാത്ത ഒരു കാര്യം, ചേച്ചി സംവിധായികയാണ്, തിരക്കഥാകൃത്താണ്, നോവലിസ്റ്റാണ്, ചിത്രകാരിയാണ്, ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുന്ന ഒരാളാണ്. മദ്രാസിൽ 70ഓളം വീടുകൾക്ക്, പിന്നെ വലിയ വലിയ വീടുകൾക്ക് ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ ചിത്രകാരി എന്ന നിലയിലും ഇൻറ്റീരിയർ ഡിസൈൻ രംഗത്ത് പ്രവർത്തിക്കുന്നതിൽ പ്രേരണ എന്തായിരുന്നു? ഈ രംഗത്ത് ഇപ്പോൾ ചേച്ചി എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഒരു സകലകലാ വല്ലഭയാണെന്നാണ് MS ദിലീപ് പറയുന്നത്. അയ്യോ, ദിലീപ് ഷീലാമയെ കുറിച്ച് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതെ, എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു എന്ത് എഴുതാനാ. പക്ഷെ ഒരു കാര്യം ഷീലാമ പറഞ്ഞിട്ടുണ്ട്, പല കാര്യങ്ങളും ഞാൻ പറയില്ല, എന്തിനാണ് വെറുതെ ആൾക്കാരെ വിഷമിപ്പിക്കുന്നത്. ഇത് ഷീലാമയുടെ ചിത്രങ്ങളാണ്, കണ്ടോ? ഈ ഷോയിലൂടെ ഞങ്ങളത് കാണിക്കുക പ്രേക്ഷകരെ. ഒരു പക്ഷെ അവർക്ക് കാണാനുള്ള ഭാഗ്യമില്ലാത്തതുകൊണ്ട്. ആദ്യമായിട്ടാണ് എൻ്റെ നല്ല റേറ്റ് ആണോ? പണം ഉണ്ടാക്കുന്നുണ്ടോ? പടം ഇത് ഉണ്ടാക്കിയതല്ല, ഇതിനൊരു കഥയുണ്ട്. ഇതാണ് ഓം. ഇതൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്, അതിലൊക്കെ അങ്ങ് പുള്ളികളായിപ്പോയി. എന്ത് കഷ്ടമായിപ്പോയി. ആൾക്കാർ വന്ന് ചിത്രം വാങ്ങുന്നുണ്ടോ? ഞാൻ വിൽക്കില്ലല്ലോ. വിൽക്കുന്നില്ല. എനിക്ക് വേണ്ടി ഞാൻ വരയ്ക്കുന്ന ഒരു ചിത്രം 1 ലക്ഷം രൂപയ്ക്ക് വിറ്റുന്ന ഒരെണ്ണം വിറ്റു. ആ സങ്കടം എനിക്കുണ്ട്. അത് തിരിച്ചു മേടിച്ചാലോ നമുക്ക്? അത് അയാൾ വിൽക്കാൻ തയ്യാറാണ്, 10 ലക്ഷം രൂപ കൊടുത്ത തരാം. അയ്യോ, കളേഴ്സ്. ഇനി ഒരു മേഖലയിൽ മാത്രമാണ് ഷീലാമ ഇല്ലാതെ പോയത് എന്ന് ആൾക്കാർ ശങ്കിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഷീലാമ ആ വിടവും കൂടി നികത്തി. ഷീലാമയുടെ രാഷ്ട്രീയ പ്രവേശനം. കോൺഗ്രസ് പാർട്ടിയിൽ അംഗത്വമെടുത്തു. സജീവമായി പാർട്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടി ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു ജനപ്രതിനിധിയായി ലോകസഭയിലോ നിയമസഭയിലോ എത്താം. തരത്തില്ല, ആർട്ടിസ്റ്റിന് കൊടുക്കത്തില്ല അവർ. കാരണം ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തോ ഐത്തം വന്ന ഒരാൾക്കാരാണെന്നോ അല്ലെങ്കിൽ ഒരു കേവലമായിട്ടാണോ. ഷീലാമയ്ക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു നേതാവാണ് ശ്രീ AK ആൻ്റണി. അദ്ദേഹത്തെ പോയി ഷീലാമ ഡൽഹിയിൽ പോയി കണ്ടിരുന്നു. കണ്ടു. കർട്ടസി വിസിറ്റ്. എന്തുകൊണ്ട് ഈ ഇലക്ഷൻ വരാൻ പോവാണ്, ഏതാനും മാസങ്ങളേ ഉള്ളൂ, പുതിയ ആൾക്കാരെ
കൊണ്ടുവരണമെന്ന് രാഹുൽ ഗാന്ധിയെ പോലുള്ള ആൾക്കാർ ആഹ്വാനം ചെയ്യുന്ന സമയത്ത് അത് എന്തുകൊണ്ടെന്ന് നിങ്ങൾ അവരോട് ചോദിക്കണം. ഞാൻ ചോദിക്കാം, പക്ഷെ എൻ്റെ ഒപ്പം കൊണ്ട് നിന്നോണം, നിൽക്കാം. നിൽക്കും. ആ സമയത്ത് അയ്യോ എനിക്കൊന്നും അറിയില്ല എന്ന് പറയരുത്. അതല്ല, ഞാൻ നിൽക്കാം. എനിക്കെന്താണെന്നറിയോ, ഈ വയനാട്ടിലും അട്ടപ്പാടിയിലെല്ലാം കഷ്ടപ്പെടുന്ന ഈ ആൾക്കാർക്ക് വേണ്ടി ജാനകി എന്നുള്ളവർ ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്ക് വേണ്ടി ഞങ്ങളെപ്പോലുള്ളവരും ഒരു ശബ്ദം ഉയർത്തിയാൽ തിരിഞ്ഞെങ്കിലും നോക്കല്ലോ. ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാനൊത്തില്ലെങ്കിലും. കേരളത്തിൽ ഒരു മണ്ഡലത്തിൽ നിന്ന് ലോകസഭയിലേക്ക് മത്സരിക്കണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെടുവാണെങ്കിൽ ഷീലാമ്മ തിരഞ്ഞെടുക്കുന്ന മണ്ഡലം ഏതായിരിക്കും? ഈ അട്ടപ്പാടി ആ സ്ഥലങ്ങളിൽ, പാലക്കാട്. പാലക്കാട്, അട്ടപ്പാടി, ഒന്നും കുടിക്കാൻ പാലക്കാട് മണ്ഡലമാണ്. പിന്നെ ഒരു വയനാട്. ഇടുക്കിയിൽ പറ്റുമോ? അങ്ങനെയുള്ള, അതായത് ജനങ്ങൾ വളരെ കഷ്ടപ്പെടുന്ന സ്ഥലം. ഇത് കാണുന്ന ആൾക്കാർ ചിന്തിക്കട്ടെ. ഒരു നിസ്വാർത്ഥമായിട്ടുള്ള ഒരു സന്നദ്ധ പ്രവർത്തക രാഷ്ട്രീയത്തിൽ ഒരുപാട് സേവനങ്ങൾ നടത്താൻ വേണ്ടി താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെന്ന്. നിങ്ങളെപ്പോലെ ആൾക്കാർ രാഷ്ട്രീയത്തിലേക്ക് വരണം. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയത്തെ നവീകരിക്കാൻ. നമ്മൾ തിരിച്ച് സിനിമയിലേക്ക് നടക്കാത്ത ഒരു കാര്യമാണത്, ഞാൻ പറഞ്ഞേക്കാം. ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമാണത്, അണ്ടർലൈൻ ചെയ്തോളൂ. നിർധനരായ കുടുംബത്തിൽ ജനിച്ച് 13-ാം വയസ്സിൽ സിനിമയിലേക്ക് പിച്ചവെക്കുമ്പോൾ ലക്ഷക്കണക്കിന് മലയാളികളുടെ മനസ്സുകളെ എടുത്ത് അമ്മാനമാടുമെന്ന് ഈ സ്ത്രീ വിചാരിച്ചു. അത് സിനിമ. ഞാൻ പറഞ്ഞു വരുന്നത്, സംഭവിക്കുമെന്ന് ഒരിക്കലും വിചാരിക്കാതിരുന്ന കാര്യങ്ങൾ സംഭവിച്ചതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണം തന്നെയാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ഷീലാമ്മ. അതുകൊണ്ട് ഇതൊന്നും സംഭവിക്കില്ല എന്ന് വിചാരിക്കേണ്ട, എല്ലാം സംഭവിക്കാം. സംഭവാമി യുഗേ സംഭവാമി യുഗേ യുഗേ. നമ്മുടെ വക ഒരു ആശംസ തരണ്ടേ? ഷീലാമ്മ മലയാള സിനിമയെ ഇനിയും പുഷ്ടിപ്പെടുത്തട്ടെ. മലയാളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ പുതിയ ഭാവുകത്വം നൽകട്ടെ. അങ്ങനെ ഒരുപക്ഷെ മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ മറ്റ് മേഖലയിലേക്ക് കൂടി വ്യാപിപ്പിക്കട്ടെ. ഇത് എൻ്റെ ഒരു എളിയ ആശംസയാണ്. എന്നോടൊപ്പം ഷീലാമ്മയെ ഇഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകരും ചേരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അവരുടെ കൂടി ആശംസകൾ പ്രദാനം ചെയ്തുകൊണ്ട് ഇത്രയും നേരം ഞങ്ങളുമായിട്ട് ചില സത്യങ്ങളും ചില അസത്യങ്ങളും ചില നോ കമൻറ്റുകളും പറയാൻ വൈമുഖ്യം കാണിച്ച കാര്യങ്ങളെക്കുറിച്ച് കൂടി ഇനി പ്രതിപാദിക്കാൻ മറ്റൊരവസരത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നുള്ള ഒരാഗ്രഹത്തിൽ, പ്രത്യാശയിൽ. നിങ്ങളൊക്കെ ഒരു പ്രാവശ്യമല്ലേ വിളിക്കുള്ളൂ ഒരാളെ? ഞാൻ വീണ്ടും ഷീലാമ്മയെ 3 പ്രാവശ്യം വിളിക്കും. അയ്യോ, എന്നാ കാരണം അറിയോ? ഈ ഉരുപ്പടിയിൽ നിന്ന് സത്യം കെട്ടണമെങ്കിൽ 3 പ്രാവശ്യം വിളിക്കേണ്ടി വരും. എന്തായാലും ഇത്ര നേരം ഷീലാമ്മ, ഇറ്റ് വാസ് സത്യം പറഞ്ഞാൽ വളരെ റിലീഷിംഗ് ആയിരുന്നു. വളരെ സന്തോഷം തോന്നിയിരിക്കുന്നു. മലയാള സിനിമയെ പടുത്തുയർത്തിയ പ്രധാനപ്പെട്ട ഒരാളുമായിട്ട് ഇത്രയും നേരം പങ്കുവെക്കാൻ കഴിഞ്ഞതിൽ എല്ലാവിധ ഭാഗങ്ങളും ഞാൻ നേരുന്നു. ഓക്കെ, താങ്ക് യു. നന്ദി, നമസ്കാരം. നമസ്കാരം.